എടി മോളെ, എനിക്ക് വയ്യ. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. അമ്മ എന്താണ് ഈ പറയണത്? അമ്മനേക്കാളും യോഗ്യതയുള്ള വേറെ ആരുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ? സ്ഥാനാർത്ഥിയാവാൻ അമ്മ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും. എന്നാലും മോളെ, എനിക്ക് ഒട്ടും താല്പര്യമില്ല നിൽക്കാനായിട്ട്. ഈ പ്രാവശ്യം വനിതാ വാർഡായതുകൊണ്ടല്ലേ നിന്നോട് നിൽക്കാൻ പറഞ്ഞത്, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നേനെ. അമ്മ പഞ്ചായത്ത് മെമ്പറാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അന്തസ്സല്ലേ. എനിക്കൊക്കെ ആര് തരാനാണ് മോളെ വോട്ട്? എങ്ങാനും തോറ്റുപോയാ പിന്നെ നാണക്കേടാവൂലേ? പുറത്തിറങ്ങാൻ പറ്റുമോ? എൻ്റെ പൊന്നമ്മേ, അമ്മക്ക് ആര് വോട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ ചെയ്യും, നമുക്കറിഞ്ഞൂടെ? പിന്നെ ഈ പഞ്ചായത്തിൽ തന്നെ എൻ്റെ എന്തോരം കൂട്ടുകാരികളുണ്ട്. +1 പഠിച്ചത്, +2 പഠിച്ചത്, ഡിഗ്രിക്ക് പഠിച്ചത് എന്തോരം പേരുണ്ട്. അവരെ കൊണ്ടൊക്കെ ഞാൻ അമ്മക്ക് തന്നെ ജയിപ്പിക്കും. പിന്നെ രമേശ് ചേട്ടൻ്റെ വോട്ട് കിട്ടാൻ സാധ്യതയില്ല കേട്ടാ. രമേശ് ചേട്ടൻ മറ്റേ പാർട്ടിയാണല്ലോ. എന്നാലും ചേട്ടനോട് ഞാൻ പറയും അമ്മക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന്. എന്നാലും എനിക്കൊരു ആത്മവിശ്വാസം ഇല്ല മോളെ. എടി, നിനക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് ആത്മവിശ്വാസം ഉണ്ട്, നീ ജയിക്കൂന്ന് എനിക്കത് ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ജയിപ്പിച്ച ആൾക്കാരെല്ലാം നിന്നെയും ജയിപ്പിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നിന്നിട്ട് ജയിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ ഈ പഞ്ചായത്തിന് വേണ്ടി എന്ത് ചെയ്ത്? വനിതാ വാർഡായ നിങ്ങളുടെ ഭാര്യനെ നിൽക്കണേന്ന് പറഞ്ഞാൽ ആരും എനിക്ക് വോട്ട് ചെയ്യൂല, അത് ഉറപ്പാണ്. നിങ്ങളോടുള്ള വൈരാഗ്യം എന്നോടും കാണിക്കൂലേ? എടി, അവരുടെ ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടാവും. ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോ എത്ര കുഴിയിലാണ്, റോട്ടിലെ കുഴിയിലേ മണ്ണിട്ട് കല്ലൊക്കെ ഇട്ട് മൂടിക്കൊടുത്തത്. അപ്പൊ അതിന്റെ ഒരു സ്നേഹവും സഹകരണമൊക്കെ എന്നോട് ഉണ്ടാവില്ലേ? പിന്നെയാണെങ്കിൽ സാമ്പാർ വിതരണം, അരി വിതരണം ഒക്കെ നടത്തിയതല്ലേ. ഇനിയിപ്പോ അതും പോരെങ്കിൽ ഇലക്ഷന് പോകുമ്പോ നമുക്ക് ഓരോ കിറ്റ് അരിയും കൂടി ഒരു 5 കിലോന്റെ അരി കിറ്റ് അങ്ങോട്ട് കൊടുക്കാം വീടുകൾക്ക്. എങ്ങനെയുണ്ട്? അതൊക്കെ മതി. ഇതിലൊക്കെ അവര് വീഴും, അവരുടെ ദേഷ്യവും വാശിയൊക്കെ അങ്ങോട്ട് പോകുന്നേ. ഇവരൊക്കെ മറന്നു. 5 കൊല്ലമൊക്കെ കഴിയുമല്ലേ ഇതേപോലെ വന്നുള്ള ഒക്കെ അവര് മറക്കും. എന്നാലും എനിക്കൊരു വൈക്ലഭ്യം. ഒരു വൈക്ലഭ്യം വേണ്ട, നീ തന്നെ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥി. അത് തന്നെ അമ്മയെ ശരിയാവുള്ളൂ. ഈ പഞ്ചായത്തിൽ അമ്മക്കെതിരായിട്ട് നിൽക്കാൻ പോണത് ഒരു വല്ലടത്തെങ്ങാണ്ട് നിൽക്കുന്ന പെണ്ണാണ്. ആ പെണ്ണിന്റെ വോട്ട് പോലും കിട്ടൂല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഈ കാലത്തെ ഇപ്പൊ ആരും പാർട്ടി നോക്കിയത് വോട്ട് ചെയ്യൂലെന്നേ. ആൾക്കാർ ആരാണോ നിക്കണത് അവരെ നോക്കിയേ ചെയ്യുള്ളൂ. അപ്പൊ നിനക്ക് എന്തായാലും കിട്ടും. എന്നാ അമ്മേ, നമുക്ക് നാളെ തന്നെ പത്രിക അങ്ങോട്ട് കൊടുത്തേക്കാം. നാളെ ആണെങ്കിൽ വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ നല്ല ദിവസമാണ്. രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ ഞാനും വരാം. എന്നിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേരെ പോയി പത്രിക കൊടുക്കാം. അതെ, അത് തന്നെ. ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞല്ല, ചേച്ചി ഇലക്ഷൻ നിൽക്കാൻ പോണേന്ന് ഉള്ളതാണാ? അപ്പോഴേക്ക് നീ അറിഞ്ഞ? അത് പിന്നെ ഞാൻ രമേശിന്റെ പീടിയെ ചെന്നപ്പ അവിടെ ചർച്ച നടക്കണ്ടെന്ന് അപ്പ കേട്ടതാ. രമേശനോട് ആര് പറഞ്ഞ്? ഞങ്ങളിപ്പോ എല്ലാരും കൂടി ഇരുന്ന് തീരുമാനിച്ചല്ലേ ഉള്ളൂ. എടിയേ, അത് ഞാനാണ് പറഞ്ഞതെന്ന് പീടിയെ പോയപ്പോഴേ. പക്ഷെ എല്ലാരും അറിഞ്ഞിരിക്കട്ടെ എന്റെ വാടിയാണ് നിക്കണേന്ന്. അങ്ങനെ ആവുമ്പോ എല്ലാവർക്കും ജയിപ്പിക്കാനുള്ളൊരു ത്വരയുണ്ടാവും. അവിടെ അന്ന് ഇത് ഞാൻ പറഞ്ഞങ്ങോട്ട് തീർന്നു. എന്റെ ഭാര്യ ഇരിക്കും ഇലക്ഷൻ നിൽക്കണമെന്ന് പറഞ്ഞ് തീരെയല്ല, എല്ലാരും കൂടി കൈയടിച്ചങ്ങോട്ട് പാസ്സായി കളഞ്ഞു. അപ്പൊ അതിനർത്ഥം നിന്നെ അത്ര ഇഷ്ടമുണ്ടെന്നല്ലേ? എന്തിനാണ് മനുഷ്യ നിങ്ങൾ ഈ എല്ലാരോടും പോയി പറഞ്ഞത്? അതിനെന്താണ്, ഇലക്ഷന് പത്രിക നാളെ കൊടുക്കുകയല്ലേ നമ്മള്, അപ്പൊ എല്ലാരും അറിയൂലേ? എന്നാലും എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ചേട്ടാ. എന്തിനു പേടിക്കണം? ഈ പഞ്ചായത്തിൽ ഏത് കുറ്റിച്ചൂര് നിന്നാലും നമ്മുടെ പാർട്ടിയെ ജയിക്കൂ. അപ്പൊ പിന്നെ നീ പേടിക്കണ്ട, നീ ജയിച്ചു തന്നെ കൂട്ടിക്കോ. എന്നാ അമ്മേ, ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. വഴി കാണുന്നവരോട് എല്ലാവരോടും ഞാൻ അമ്മക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ശരി മോളെ. എന്തായാലും എല്ലാവരുടെ വോട്ടും അമ്മക്ക് തന്നെ ഇരിക്കട്ടെ. എടി മോളെ, നിന്റെ കെട്ടിയവൻ പ്രചരണത്തിനൊക്കെ വരുവോ? അത് പറഞ്ഞ കാര്യം സംശയമാണ് അച്ഛാ. ചേട്ടന് പാർട്ടി എന്ന് പറഞ്ഞാൽ ജീവനാന്നറിയാല്ല. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടിരിക്കും. ചേട്ടനോട് തല്ലുപിടിച്ചിട്ടാണെങ്കിലും ഞാൻ പ്രചരണത്തിന് വന്നില്ലെങ്കിലും നമുക്ക് വോട്ട് കുത്തിക്കും. എന്നാ അവനെ വിളിക്കണ്ട, നീ രാവിലെ ഇങ്ങോട്ട് പോന്നു. പിന്നെ ചേട്ടനാണെങ്കിൽ ഇൻവെർട്ടർ ആയിപ്പോയില്ലേ, ആ സാധനം ആയിപ്പോയില്ലേ. അതുകൊണ്ട് തന്നെ ചേട്ടൻ അത് ആരോടും മിണ്ടൂലല്ല. അപ്പം ഞാൻ ചേട്ടൻ്റെ കൂട്ടുകാരെയൊക്കെ എനിക്കറിയാം. അപ്പം അവരോടൊക്കെ ഞാൻ പറയാം. എൻ്റെ ചേട്ടാ, എനിക്ക് പേടി പോലെ പ്രഷർ കൂടുന്നുണ്ടാകാൻ സംശയമുണ്ട്. എന്റെ വാസന്തി, എന്തിനാണ് പേടി? അപ്പൊ ആദ്യമായിട്ട് നീ ഇലക്ഷൻ നിൽക്കണോണ്ടല്ലേ ഈ പേടി. നീ ജയിച്ച് മുന്നോട്ട് കയറി പോകുമ്പോ ഈ പേടിയൊക്കെ താനെ മാറിക്കോളൂന്നേ. നീ പേടിക്കണ്ട വാസന്തി, നിന്റെ കൂടെ ഞാനുണ്ടാവും നീ ജയിക്കണത് വരെ. പിന്നെയാണെങ്കിൽ നമ്മുടെ ബന്ധുക്കാരും സ്വന്തക്കാരൊക്കെ ഈ വാടി തന്നെയല്ലേ.
വാർഡിൽ ആകെ 870 വോട്ടം കണ്ടാണ് ഉള്ളത്. അതിനകത്തൊരു 500 രൂപ നമുക്ക് തൂക്കാൻ പറ്റും. അതുപോലെ നിനക്ക് ആണല്ലേ? എന്നാ ശരിയമ്മേ, ഞാൻ ഈ പിള്ളേരെയൊക്കെ രാവിലെ തന്നെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വന്നോളാം. ശരി കേട്ടാ, പോട്ടെ പോട്ടെ ചേച്ചി. ചേച്ചി എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ 4 വോട്ടും ചേച്ചിക്ക് തന്നെയാണ്. കള്ളോട്ട് കുത്താൻ പറ്റുമായിരുന്നു ഞാൻ അതും കുത്തി തന്നെ ചേച്ചിക്ക് വേണ്ടി. മോനോടും മോളോടൊക്കെ ക്ലാസ് മതി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറയണം. വൈകുന്നേരം എല്ലാരും വിളിക്കാൻ ചേച്ചിരിക്കുകയാണ്. ഞാൻ ഇത് അറിഞ്ഞ പാടേ. ഷോ അപ്പൊ നാളെ തന്നെ നമുക്ക് പത്രിക അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, പ്രചരണത്തിന് അങ്ങോട്ട് ഇറങ്ങാം അല്ലേടേ? ആ എന്നാ പിന്നെ ചേച്ചി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്നെ അറിയണതും അറിയാത്ത ആൾക്കാരോടൊക്കെ ഞാൻ ചേച്ചിക്ക് വോട്ട് ചെയ്യാൻ പറയാം. എന്തായാലും ചേച്ചി ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ എനിക്കൊരാവശ്യമുണ്ടെങ്കിൽ പഞ്ചായത്തിൽ വരണ്ടല്ല, ഇങ്ങോട്ട് വന്നാ പോരെ. എന്തായാലും ചേച്ചി ജയിക്കും, അതെനിക്ക് ഒരു 100 അല്ല 1000% ഉറപ്പാണ്. പോട്ടെ. അപ്പൊ ജയ് ജയ് വാസന്തി, ജയ് വാസന്തി ചേച്ചി, ജയ് ജയ് വാസന്തി ചേച്ചി, ജയ് ജയ് വാസന്തി ചേച്ചി, ജയ് ജയ് വാസന്തി ചേച്ചി. എന്തായാലേ റിസൾട്ട് വന്നോസത്തേക്ക് 2 ലോഡ് പടക്കത്തിന് വാസുവിന്റെ അടുത്ത് ഏൽപ്പിക്കാം. ഇല്ലെങ്കിൽ ആ ദിവസം റിസൾട്ട് വന്നിട്ട് പടക്കം മേടിക്കാൻ പോയാൽ നടക്കൂല, ചിലപ്പോ തീർന്നൊക്കെ പോവല്ല. എന്നാലും നേരത്തെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കാം. എന്നാ ചേട്ടാ 500 ലഡു കൂടി ഓർഡർ ചെയ്തോ. ലഡു വേണം, ലഡു വേണം. അത് വേണം കേട്ടോ, അല്ലാണ്ട് ശരിയാവൂല. ലഡു ഏൽപ്പിക്കുകയാണെങ്കിൽ ഇത്തിരി ജിലേബി വേണം ഏൽപ്പിക്കാം. ഒരു 500 ലഡുവും 500 ജിലേബിയും എല്ലാരും കൂടെ മധുരം വെച്ച് സന്തോഷിക്കട്ടെ. എനിക്കാണെങ്കിൽ പേടിയാവണം മോളെ, റിസൾട്ട് വരുമ്പോ എന്താവൂന്നാവോ. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മയല്ലാതെ ആ പെണ്ണി പഞ്ചായത്തിൽ ജയിക്കൂല. അതെനിക്ക് 100 അല്ല 1000% ഉറപ്പാണ്. കുറെ നേരമായില്ല അച്ഛൻ പോയിട്ട്. സമയം 12 മണി ആവാറായി, അച്ഛൻ വിളിച്ചില്ലല്ലോ. അമ്മക്ക് വന്ന വോട്ട് മുഴുവൻ എണ്ണി എടുക്കണ്ടേ, അപ്പ സമയമൊക്കെ പിടിക്കും. ഞാനാണെങ്കിലേ കേക്ക് പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരിന്ന്. അവളാകുമ്പോൾ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും. അപ്പം അവളുടെ നിന്ന് കേക്ക് കുഞ്ഞു കുഞ്ഞു പീസാക്കി ആക്കാൻ ഈ പരിസരത്തൊക്കെ കൊടുക്കാല്ല. ഓടിയൊന്ന് ആ അച്ഛനുള്ള റിസൾട്ട് പറയാനായിരിക്കും. ഹലോ അച്ഛാ, എന്തായി റിസൾട്ട്? എത്ര വോട്ടിനാണ് അമ്മ ജയിച്ചത്? എത്ര വോട്ടിനാണ് മോളെ ഞാൻ ജയിച്ചത്? അമ്മേ അത് ഞാൻ അമ്മ തോറ്റ്. എന്നാലും ഇവളെങ്ങനെ തോറ്റുന്നാണ് ഞാൻ ആലോചിക്കണത്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഞാൻ നിക്കണില്ലാന്ന്. അപ്പൊ നിങ്ങൾക്കും ഇവക്കായിരുന്നു നിർബന്ധത്തിന് ഞാൻ നിക്കണമെന്ന്. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മെമ്പറായിട്ട് ഒരു വാഴക്കയും ഈ പഞ്ചായത്തിനോട് ചെയ്തില്ല, അതിന്റെ വാശിയൊക്കെ അവർക്ക് ഉണ്ടാവൂന്ന്. എന്നാലും ഞാൻ അമ്മക്ക് ഒരു 500 വോട്ടെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നു. ഇതാകും 1 വോട്ടല്ലേ കിട്ടിയുള്ളൂ. നീ മിണ്ടരുത്, നീ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല. എനിക്ക് അപ്പോഴേ അത് തോന്നിയാണ്. അതമ്മേ ബാക്കി എല്ലാരും അമ്മക്ക് ചെയ്യുമല്ല, പ്രചരണത്തിനൊക്കെ ഞാൻ വന്നല്ലേ. അപ്പം ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചാൽ ഞാൻ മാറ്റി കുത്തിയത്. ചേട്ടനാണെങ്കിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നീ എങ്ങാനും അമ്മക്ക് കുത്തിയിട്ട് വന്നാൽ പിന്നെ നമ്മ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അങ്ങോട്ട് പറഞ്ഞു കളഞ്ഞ്. എനിക്ക് ചേട്ടനില്ലാണ്ട് പറ്റൂല, നമുക്കറിയാല്ല. 3 പിള്ളേരെ കൊണ്ട് ഞാൻ എവിടേക്ക് പോകാനാ, എവിടേക്ക് വരാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അറിയാണ്ട് കുത്തിപ്പോയതാണ് ആ പാർട്ടിക്ക്. എന്നാലും എൻ്റെ മോളെ, നിന്റെ സ്വന്തം അമ്മയല്ലേ ഞാൻ. ഒന്ന് കുത്തിയിട്ട് അവനോട് നുണ പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ നിനക്ക് തന്നെയാണ് കുത്തിയിട്ടാ. നിങ്ങളും മിണ്ടരുത് മനുഷ്യ, നിങ്ങളും എനിക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ആകെ ഒരു വോട്ടാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ മാറ്റി കുത്തി, എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്നോട് പണ്ടേ വിരോധമുണ്ട്, അത് ഇതിൽ തീർത്തു നിങ്ങൾ. എന്നാലേ ആ വടക്കേലെ സുമതി ചേച്ചി വന്ന് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്. അവരും അമ്മക്ക് വോട്ട് ചെയ്തില്ല, സ്വന്തം കുടുംബക്കാർ പോലും ചെയ്തില്ല. എന്തിനാ അവരെയൊക്കെ പറയണം? സ്വന്തം ഭർത്താവാ മോളാ വരെയും ചെയ്തില്ല, പിന്നെ അയൽവാസിക്ക് ചെയ്യേണ്ട കാര്യമുണ്ടാ? എടി സത്യമായിട്ടും നിനക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ കണ്ണട എടുക്കാൻ മറന്നുപോയിന്നേ. എവിടെ എന്തൊക്കെ നോക്കിയിട്ട് നിന്റെ ചിഹ്നം കാണുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ താഴത്തേന് ഒരു കുത്തി. അത് കഴിഞ്ഞപ്പോഴാണ് നിന്റെ മുകളിലാണല്ലാന്ന് ഞാൻ ആലോചിച്ചത്. എന്നാലും ഈ പഞ്ചായത്തിലെ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ ചേർന്ന് എല്ലാരും കൂടി ഒരു 350-400 പേരെങ്കിലും ഇല്ലേ? 100 വോട്ട് പുറത്തുനിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ച്.
ഇതെന്താണ് ഇങ്ങനെ? ആ ഉണ്ട്, അവരൊക്കെ നമുക്ക് തന്നെ വോട്ട് തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ മനസ്സിലായി ചേട്ടാ, സ്വന്തവും ബന്ധവും ഒന്നും ഇപ്പോൾ ആൾക്കാർക്കില്ല. എന്നാലും എത്ര എത്ര വീട്ടിൽ എത്ര ദിവസം ഞാൻ കയറി ഇറങ്ങിയതാണ് ചേട്ടാ. അതെ അതെ. അല്ലെങ്കിലും അതെ, ഈ കാലത്ത് ഒരാൾക്കും മറ്റൊരാൾ നന്നാവണത് ഇഷ്ടമല്ലായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഒരു വോട്ട് മാത്രം കിട്ടി ഞാൻ തോറ്റു പോവോ? ഞാനൊന്ന് കിടക്കട്ടെ. സാരിയൊക്കെ എന്തിനാണ് ഊരെടുത്ത്? എടിയേ, നീ വിഷമിക്കണ്ട, അടുത്ത ഇലക്ഷൻ നമുക്ക് പിടിക്കാടി. എൻ്റെ പൊന്ന് ചേട്ടാ, ഞാനില്ല. ഒരെലക്ഷന് ഇനി ഞാനില്ല. നടന്ന് നടന്ന് ചെരുപ്പ് തേഞ്ഞല്ലാണ്ട് ഒരു വോട്ടാരും ചെയ്തില്ല. ഇനി ഇലക്ഷന്റെ ഈ പോലും ഇവിടെ ആരും പറയരുത്. വലിയ തത്വമൊക്കെ പറയാൻ നിനക്കറിയാല്ല, എന്നാ സ്വന്തം അമ്മക്കൊരു വോട്ട് തരാൻ നിനക്ക് അറിഞ്ഞൂടാ. വേണ്ട മോളെ, ഇതോടുകൂടി ആർക്കൊക്കെ എന്നോട് സ്നേഹമുണ്ട് സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഭഗവതിയേ.